സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു എന്നറിഞ്ഞാ പൊരിച്ചു തിന്നു അവൻ. വേഗം അടിച്ചു മാറ്റിക്കോ. അയ്യോ എനിക്ക് ആരെ കാണാൻ പറ്റില്ല. അയ്യോ എന്താ എന്താ അയ്യോ ആരാ നിങ്ങൾ ചാക്കിലാക്കിയത്? അയ്യോ അല്ല ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമാ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. ഇല്ലയോ? എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു? രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്ന വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. ബുദ്ധേ, അവരെ പറ്റി തോന്നിവാസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം. പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശം എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണം നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം. അതിന്റെ ഇടയിലാ കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തേക്ക. എനിക്ക് ഓടാൻ വയ്യ, ഇതെനിക്ക് വേണം.